നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു മധ്യസ്ഥ രാജ്യത്തിൻ്റെ സഹായത്താൽ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ഒമാൻ്റെ തലസ്ഥാനത്ത് വെച്ച് മസ്കറ്റിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഇറാൻ്റെ ഒരു ഔദ്യോഗിക നിലപാടുണ്ട്. അമേരിക്കയുമായി ഞങ്ങൾക്കൊരു വിഷയവും നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നാൽ സറോഗേറ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡിന് അവരെതിരല്ല താനും. എന്നാൽ അമേരിക്കൻ പ്രസിഡൻറ്റ് നേരിട്ട് കത്തെഴുതുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക്. ആണവ വിഷയത്തിൽ ചർച്ച വേണം. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകരുത്. മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഉപരോധം എന്ന ആ ആയുധം കടന്നുകൊണ്ട് കുറച്ചുകൂടി ബലപ്രയോഗത്തിന് മുതിരേണ്ടി വരും. അതുകൊണ്ട് അത് അത്ര നല്ലതിനല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലതിനല്ല. അതുകൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കണം. അതിന് നിങ്ങൾക്ക് ഞങ്ങൾ ചില ഗ്യാരൻറ്റികൾ തരാം. പക്ഷേ നിങ്ങൾ നെഗോസിയേറ്റിംഗ് ടേബിളിലെത്തണം. സോ മൂവ് സ്റ്റാർട്ടഡ് ഫ്രം വൺ മാൻ കോൾഡ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാൻ ആവശ്യപ്പെട്ടതല്ല, അമേരിക്ക അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം അയത്തുള്ള അലി ഖമേനി കാര്യമായി പ്രതികരിച്ചില്ല. പിന്നീട് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല, നേരിട്ടുള്ള ചർച്ചയ്ക്കൊരു സമയമായിട്ടില്ല എന്ന നിലപാടാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ ഔപചാരിക നിലപാട് അയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആണവ സാങ്കേതികവിദ്യ ഇറാൻ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സൈനികമായി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള പദ്ധതിയില്ല. ഇത് പരസ്യമായി പറയുമ്പോഴും രഹസ്യമായി അമേരിക്കയ്ക്കറിയാം ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ വലിയ തോതിലുള്ള ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒരുങ്ങുന്നു. വലിയ തോതിലാണ്. അതായത് 60% യുറേനിയം U-235 60% സമ്പുഷ്ടീകരണം ഇറാൻ്റെ നിലവിലുള്ള ടെക്നോളജി അനുസരിച്ച് സാധ്യമാണ്. പക്ഷേ 90% സമ്പുഷ്ടീകരണവും അതിനോടൊപ്പം തന്നെ വെപ്പണൈസേഷനും സാധ്യമാകണമെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകത്ത് തന്നെ അത് സാധ്യമാകുന്ന രീതിയിലേക്ക് ടെക്നോളജി വ്യാപിച്ചു. പക്ഷേ കൺഫേംഡ് റിപ്പോർട്ടുകളില്ല. ഇറാൻ്റെ കൈവശം ആണവായുധങ്ങളുണ്ട് എന്നതിന് കൺഫേം റിപ്പോർട്ടില്ല. അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇറാൻ ആണവ ബോംബുകൾ സ്വായത്തമാക്കുന്നതിന്, സ്വയം നിർമ്മിച്ചെടുക്കുന്നതിൽ നിന്നും തടഞ്ഞേ പറ്റൂ. ഇനി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. 2015 ബറാക്ക് ഒബാമ പ്രസിഡൻ്റായിരുന്ന സമയത്താണ്, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഇറാനുമായി ഒരു ആണവ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുന്നത്. അന്ന് ഇറാൻ, അമേരിക്ക, അതോടൊപ്പം തന്നെ റഷ്യയുടെയും ചൈനയുടെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും എല്ലാം ഒരു പിന്തുണയും ഉള്ള ഒരു കോംപ്രിഹെൻസീവ് ഡീലാണ്. അതനുസരിച്ച് ഇറാനെതിരെ മുൻ ഭരണകൂടങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന ഉപരോധങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കുകയാണ്. അത് 2015, 16, 17 വർഷങ്ങളിൽ അത് മുന്നോട്ട് പോയി. അത് ക്രിയാത്മകമായൊരു നിർദ്ദേശമായിരുന്നു. ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മെച്ചമുണ്ടായി. കാരണം ഇറാൻ എണ്ണ, പ്രകൃതിവാതകം വിറ്റ് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം അവരുടെ ഭൗതിക ആസ്തികൾ അതാണ്. എണ്ണ ഇപ്പോൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനാവില്ല, കാരണം അവർക്ക് ആവശ്യത്തിന് എണ്ണയുണ്ട്. ചൈനയിലേക്ക് വലിയ തോതിൽ കയറ്റുമതി സാധ്യതയുണ്ട്. അതാര് വിരട്ടിയാലും ശരി, ചൈന ഇറാൻ എണ്ണ വ്യാപാരം നടക്കും. കാരണം ചൈനയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആവശ്യമുള്ളത് കൊണ്ട് അത് നടക്കും. എന്നാൽ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള എണ്ണ കയറ്റുമതിക്ക് കർശനമായ നിബന്ധനകളും നിയന്ത്രണങ്ങളും അമേരിക്ക വെച്ചിട്ടുണ്ട്. അത് മറികടന്നുകൊണ്ട് ഭാരതം ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു എന്നത് മറ്റൊരു കാര്യം. എന്നാൽ ഇന്ന് ആ തോത് കുറഞ്ഞു വന്നിരിക്കുന്നു. റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ എണ്ണ ഇന്നൊരു ട്രിക്കുകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ സ്വാഭാവികമായി നോക്കുമ്പോൾ ഇറാൻ്റെ ഉള്ളിൽ പുകയുന്ന ഒരു വലിയ അസംതൃപ്തിയുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേ ഡിസേർവ് മച്ച് ബെറ്റർ. പൗരാവകാശങ്ങളുടെ കാര്യം മാത്രമല്ല, മറിച്ച് സാമ്പത്തിക സ്ഥിതിയും പെർ ക്യാപിറ്റ ഇൻകം ഉൾപ്പെടെ ഇത്രയും എണ്ണ സമ്പന്നമായ ഒരു രാജ്യം, ആഭ്യന്തര വിഭവങ്ങൾ ഏറെയുള്ള രാജ്യം, അത് വിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇക്കോണമി വല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് പോപ്പുലർ പ്രക്ഷോഭം വരാനുള്ള സാധ്യത മറികടക്കണമെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു ഉണ്ടാവണം. അപ്പോൾ ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശത്തോട്
ക്രിയാത്മകമായി ഇറാൻ പ്രതികരിച്ചതിൻ്റെ ഒരടിസ്ഥാനമെന്ന് പറയുന്നത് ഗ്രോയിങ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇക്കണോമിക് പ്രോസ്പെരിറ്റി, ഇക്കണോമിക് ബെറ്റർമെൻറ്റ് ഇത് തന്നെയാണ്. അങ്ങനെ അവർ വരികയാണ്. വ്യത്യസ്തമായ ഒരു രാജ്യത്ത് നമുക്ക് ഈ സമാധാന ചർച്ചകളെന്ന് പറയുമ്പോൾ അറബ് ലോകത്ത് കെയ്റോ, അറബ് ലീഗിൻ്റെ ആസ്ഥാനം കെയ്റോ സമാധാന ചർച്ചകളുടെ ഒരു കേന്ദ്രമാണ്, ഈജിപ്തിൻ്റെ തലസ്ഥാനമാണ്. അല്ല എങ്കിൽ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ ഇപ്പോൾ വലിയൊരു നയതന്ത്ര ഒരു വിഹാര രംഗമായി മാറിയിരിക്കുന്നു. മധ്യപൗരസ്ത്യ പ്രദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഒരു ന്യൂട്രൽ രാജ്യമായി സ്വയം പൊസിഷൻ ചെയ്തുകൊണ്ട്, അറബ് രാജ്യമാണെങ്കിൽ പോലും ഖത്തർ ആ ഒരു റോൾ സ്വയം, പ്രത്യേകിച്ചും പലസ്തീൻ ഇസ്രായേൽ പോരാട്ടങ്ങളിൽ വലിയ തോതിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളാണ് ഖത്തറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ ആരും പ്രതീക്ഷിച്ചില്ല ഒമാൻ എന്ന രാജ്യത്ത് തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും ഇങ്ങനെയൊരു നീക്കമുണ്ടാകുമെന്ന്. അതുകൊണ്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥത എന്ന് തന്നെ പറയാം. ആദ്യം ആ വാക്ക് ഉപയോഗിക്കുന്നതിന് അമേരിക്കയും ഇറാനും എതിരായിരുന്നു. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി അങ്ങനെ അമേരിക്ക അവിടെ വന്നിറങ്ങിയാണ്. സ്റ്റീവ് വിറ്റ്കോഫ് എന്ന അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് കൂടിയാണ്, ട്രംപിൻ്റെ വിശ്വസ്തനാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. ട്രംപിന് ഓരോ ഇടത്തും ഓരോ വിശ്വസ്തരും. സ്റ്റീവ് വിറ്റ്കോഫിനെ റഷ്യയിലേക്ക് അയച്ചിരുന്നു ഈ അടുത്ത സമയത്ത്. റഷ്യ പറഞ്ഞു, പുടിൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാം. പക്ഷേ അത് ട്രംപിൻ്റെ ഈഗോയ്ക്ക് അത് അത്ര നല്ലതല്ലല്ലോ. പുടിൻ്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വിഷയം ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ നടക്കുന്ന ലക്ഷണമില്ലല്ലോ. അതുകൊണ്ട് പുടിനോട് നീരസമൊന്നുമില്ല എങ്കിൽ പോലും പുടിൻ്റെ മധ്യസ്ഥതയിൽ പുടിൻ്റെ സൗഹൃദ രാജ്യമായ റഷ്യയുടെ സൗഹൃദ രാജ്യമായ ഇറാനുമായി അമേരിക്കയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ ദുർബലമായ, സൈനികമായി വളരെ ദുർബലമായ, അമേരിക്കയോട് കിടപിടിക്കാനാവാത്തൊരു രാജ്യമാണല്ലോ ഒമാൻ. ഒമാൻ്റെ തലസ്ഥാനത്തേക്ക് ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ചർച്ചകൾ വരുന്നത്. 2 ദിവസം നീണ്ട ദീർഘമായ ചർച്ചകളിൽ പല റൗണ്ടുകളായി അവർ ഒരുമിച്ചിരുന്ന് നല്ല ചർച്ച ചെയ്തത്. വെവ്വേറെ സംസാരിച്ചു. ഒമാൻ പ്രതിനിധികളുമായി അമേരിക്കൻ ദൗത്യ സേനയും ഇറാനിയൻ സംഘവും വെവ്വേറെ സംസാരിച്ച് അവസാനം ഒരു എഗ്രിമെൻറ്റിൽ എത്തിയതിനു ശേഷമാണ് സ്റ്റീവ് വിറ്റ്കോഫും അറാഗ്ചിയും തമ്മിൽ നേരിട്ട് വളരെ ബ്രീഫായിട്ട് സംസാരിച്ചു, കൈകൊടുത്ത് പിരിഞ്ഞിരിക്കുന്നു. അടുത്ത റൗണ്ട് ഈ ചർച്ച അലസിപ്പോകും എന്നായിരുന്നു പലരുടെയും ഒരു ചിന്ത. പക്ഷേ അലസിപ്പോയില്ല എന്ന് മാത്രമല്ല, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് നെഗോസിയേഷൻ അടുത്ത ശനിയാഴ്ചയാണ്, 19-ാം തീയതി ശനിയാഴ്ച അടുത്ത റൗണ്ട് എന്ന സമയം നിശ്ചയിച്ചുകൊണ്ടാണ് അവർ പിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3 കാര്യങ്ങൾ, ഇറാൻ ഡിമാൻഡ് ചെയ്ത 3 കാര്യങ്ങളുണ്ട്. ഇറാൻ്റെ ഒരു വലിയ താല്പര്യമാണ്. ഒന്ന്, ആണവ സാങ്കേതികവിദ്യ, ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ നേരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കണം. ഡിമാൻഡ് നമ്പർ 1. ഡിമാൻഡ് നമ്പർ 2, ഇറാൻ്റെ എണ്ണ ചൈനയിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ വ്യവസായികളെയും അവിടുത്തെ ആഭ്യന്തര വ്യാപാരികളെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന അമേരിക്കയുടെ നിലപാട് ഒഴിവാക്കണം. അതുകൊണ്ട് ചൈന ഇറാൻ എണ്ണ വ്യാപാരം ഇറാൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനമാണ്. ചൈനയ്ക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പോലും അതിന് ഇൻഡയറക്റ്റ്ലി ബോട്ടിൽ നെക്സ് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അത് ഒഴിവാക്കണം. 3, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇറാൻ്റെ ആസ്തികളുടെ ഒരു വലിയ പങ്ക് വിദേശ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ചും അമേരിക്കയിലാണ്. പണ്ട് ഇറാൻ ഷായുടെ കാലം മുതലേയുള്ള ഇറാൻ്റെ ആസ്തികളുടെ നല്ല സുഹൃത്ത് രാജ്യമായിരുന്നു. 1979 വരെ ഇറാൻ്റെ ഭരണാധികാരിയായിരുന്ന ഷാ പഹലവി രണ്ടാമൻ, അദ്ദേഹവും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇറാൻ അമേരിക്ക ബന്ധം വളരെ 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 ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയൊരു കാലഘട്ടമാണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു ഫാഷൻ ക്യാപിറ്റൽ തന്നെയായിരുന്നു. ടെഹ്റാൻ സിറ്റി, പാരീസ് പോലെ തന്നെയായിരുന്നു ടെഹ്റാനും. അത്രയ്ക്ക് പുരോഗതി ഉണ്ടായിരുന്ന പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു നഗരമായിരുന്നു ടെഹ്റാനും ഇറാൻ്റെ പ്രമുഖ നഗരങ്ങളും. ഇതെല്ലാം മാറി മറിഞ്ഞത് ഇറാനിയൻ റവല്യൂഷൻ 79-ലെ ഇറാനിയൻ വിപ്ലവം അതുമുതൽ അമേരിക്കയുമായി വലിയ തോതിലുള്ള ശത്രുതയാണ്. അപ്പോൾ അത് ഇറാൻ്റെ ഒരു ആഭ്യന്തരമായ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചു എന്നത് മാത്രമല്ല, ഇറാൻ്റെ സാമൂഹിക അവസ്ഥയെയും അത് ഒരു ഇസ്ലാമൈസേഷൻ അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ വരവ്, അത് മാത്രമല്ല ഒരു റെജിമെൻറ്റഡ് സൊസൈറ്റിയായി മാറി. ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല കാര്യം. അതേസമയം ജനങ്ങൾക്ക് സ്വൈരമായി വിഹരിക്കാനുള്ള ഒരു അന്തരീക്ഷം നഷ്ടപ്പെടുന്നു എന്നൊരു പരിഭവമുണ്ട്. അതെല്ലാം സൈഡ് ലൈൻ നിൽക്കുന്നു. പക്ഷേ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടാൽ, ആസ്തികൾ തിരിച്ചു കിട്ടിയാൽ ഇറാനെ തലയുയർത്തി നിൽക്കാം. അതിന് പകരമായി, ഈ 3 കാര്യങ്ങൾക്ക് പകരമായി അമേരിക്ക ആവശ്യപ്പെടുന്നത് എന്താണ്? ഉടനടി യുറേനിയം സമ്പുഷ്ടീകരണം
നിർത്തിവെക്കണം. അതിനോട് അനുകൂലമായിട്ടല്ല ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം എന്ത് ഗ്യാരണ്ടിയാണ് തരുന്നത്? അതിനെതിരായിട്ട് എന്ത് ഗ്യാരണ്ടിയാണ് തരുന്നത്? ഇറാൻ്റെ നിലനിൽപ്പ് രാജ്യമെന്ന നിലയിൽ ഇറാൻ്റെ ഡിറ്ററൻസ് വളരെ പ്രധാനമാണ്. ന്യൂക്ലിയർ ഡിറ്ററൻസിലൂടെ ഒരു പ്രതിരോധം നേരിടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പരസ്യമായി ഇത് പറയില്ല. നമ്മൾ ഇന്ത്യയും അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞില്ലല്ലോ. 1998 ആണവ നയം നമ്മൾ പ്രഖ്യാപിക്കുന്നത് വരെ, പൊഖ്റാൻ 2 സംഭവിക്കുന്നത് വരെ, അത് വാജ്പേയിയുടെ സമയത്താണ്, ആ സംഭവിക്കുന്നത് വരെ നമ്മൾ ഇന്ത്യയും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ആണവ ബോംബ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ അത് പരീക്ഷണം നടത്തി നമ്മളത് പ്രഖ്യാപിച്ചു. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്നൊരു തത്വം അനുസരിച്ച് എന്ന് പറഞ്ഞു. ഇറാനും അതുപോലൊരു പ്രഖ്യാപനം നടത്തിയേക്കാം, ഏത് നിമിഷവും ആ പ്രഖ്യാപനം നടത്തിയേക്കാം. ആ പ്രഖ്യാപനം സംഭവിച്ചു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ മാറി മറിയും. അതിന് മുൻപ് തന്നെ എന്ത് വില കൊടുത്തും ഇറാൻ്റെ ആണവ പദ്ധതി നിർത്തിവയ്പ്പിക്കണം. അതാണ് അമേരിക്കയുടെ പ്രധാന ഉറപ്പ്. ഇനി അപ്രധാന ഉറപ്പുകളെന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ വരാത്തതും എന്നാൽ അന്തർലീനമായ കാര്യമാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ സംഘർഷങ്ങളുടെ പിന്നിൽ ഇറാൻ വളർത്തി വലുതാക്കിയ പ്രോക്സികളുടെ ഒരു സംഘമുണ്ട്. ഹൂതികൾ, അതുപോലെ ഹിസ്ബുള്ള, ഹമാസ്, മറ്റ് ഷിയ ഗ്രൂപ്പുകൾ, ഇവർക്കുള്ള ധനസഹായം ഒഴിവാക്കുക. അങ്ങനെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആത്യന്തിക ശാന്തിയുടെ ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് അതാണ് അടുത്ത റൗണ്ടിൽ വരേണ്ടത്. ഇതെല്ലാം ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ഡീലിനെ വേണ്ട രീതിയിൽ കാണാനാവൂ. അതുകൊണ്ട് 2ാം റൗണ്ടിലേക്ക് 19-ാം തീയതി നീങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. ഇറാൻ എന്ന രാജ്യം അമേരിക്കയുമായി ന്യൂക്ലിയർ ഡീൽ എത്തിച്ചേർന്നാൽ ഇറാന് നേരെയുള്ള ഉപരോധം പിൻവലിക്കപ്പെടും, ഇറാന് സമ്മർദ്ദം കുറയും, ഇറാന് ഒന്നും പിന്നെ തെളിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാനൊക്കും. ഇസ്രയേലിന് ഒരു ബ്രീതിങ് സ്പേസ് ഉണ്ട്. ഇസ്രയേലിന് വേണ്ടിയാണ് അമേരിക്ക ഇത്രയും ഇടപെടുന്നത് എന്ന് നിഷ്പക്ഷമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഇഫ് ഇറാൻ ആൻഡ് അമേരിക്ക സ്ട്രൈക്ക് എ ഡീൽ. അതുകൊണ്ട് ഇറാനെ പ്രകോപിപ്പിക്കാനും പേടിപ്പിക്കാനും വല്ലാതെ ഭയപ്പെടുത്താനും തക്ക രീതിയിലെ വലിയ രീതിയിലുള്ള B-2 ബോംബേഴ്സ് ഉൾപ്പെടെ ഡിഗോഗാഷിയിൽ വിന്യസിച്ചതിന് ശേഷമാണ് ഏത് നിമിഷവും ആക്രമണം സംഭവിക്കാം എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ വന്നതിന് ശേഷമായിരിക്കും ആണ് സമ്മർദ്ദതന്ത്രം എന്ന നിലയിൽ മാത്രമാണോ ഇപ്പോൾ ഇത് നടക്കുന്നത് എന്ന ഒരു സന്ദേഹം ചില കേന്ദ്രങ്ങളിലും ഉണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ടാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ നീക്കം, ആത്മാർത്ഥമായിട്ടാണ് ഇറാൻ അതിനോട് സഹകരിക്കുന്നത് എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒറ്റയടിക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ ഡീൽ സാധ്യമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.